ഹായ്, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പയർ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കയറി പോകാനായിട്ട് എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ പ്രത്യേകിച്ച് അവർക്കൊന്നും സൗകര്യമൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ട് അവർ തനിയെ എങ്ങോട്ടേക്കോ പടർന്നു പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉപ്പാപ്പയാണ് എടുത്ത് നമ്മുടെ റംബൂട്ടാൻ്റെയൊക്കെ കീഴിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കയറി പോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന രീതിയിലൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടിട്ടുണ്ടേ. ഇനി നമുക്കിതിനെ ആ ഗ്രില്ലിലേക്കൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അത് അവിടെ വരെ എത്താത്തത് കാരണം ഞാൻ ഒരു കയറും കൂടി ആയിട്ട് യോജിപ്പിച്ചിട്ടുണ്ടേ. പിന്നെ ഹൈറ്റ് നന്നായിട്ടുള്ളത് കൊണ്ട് എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ലല്ലോ. ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ എന്തായാലും അതിനകത്ത് കെട്ടിയിട്ടുണ്ടേ. ക്യാമറയുടെ പിന്നിൽ ഇൻസ്ട്രക്ഷൻ തരാനായിട്ട് ആളുണ്ട് കേട്ടോ. അപ്പോൾ ആ കയർ അതിലേക്കൂടെ എടുത്ത സന്തോഷമാണ് നിങ്ങൾ കണ്ടത്. ഈ പയറെല്ലാം നമ്മൾ കരിയിലേക്കകത്ത് പിരിച്ച് നടന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അവർ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചെയ്യുന്നത്. പിന്നെ മുറ്റമൊക്കെ അടിച്ച് വാരാനുള്ള ടൈം അധികം കിട്ടിയിട്ടില്ല. മുറ്റത്തെല്ലാം കരിയിലുണ്ട്. സാരമില്ല, തുണിയെല്ലാം അലക്കി ഇട്ടിട്ടുണ്ടേ. കാരണം കുറച്ചധികം തുണിയൊക്കെ വാഷ് ചെയ്തിടാനുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു കവറിൽ ഇതുപോലെ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കെട്ടിയ കയർ വെച്ച് കൊടുക്കാവേ. കാരണം ആ മുകളിൽ കയറിൽ വരെ നമുക്ക് എത്തിക്കണമല്ലോ. എന്നിട്ട് റംബൂട്ടാൻ്റെ കീഴിലിരുന്ന നമ്മുടെ പയറെല്ലാം ഞാൻ എടുത്ത് ഈ കിണറ്റിൻ്റെ താഴേക്ക് വെച്ചിട്ടുണ്ടേ. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി വെയിലുണ്ട്. കാരണം നമ്മുടെ ചുറ്റും റബ്ബർ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ അരിച്ചിറങ്ങുന്ന സൺലൈറ്റ് മാത്രമേ കിട്ടാറുള്ളേ. അപ്പോൾ ആ റംബൂട്ടാൻ്റെ കീഴിലൂടെ ഇരുന്നപ്പോൾ അതൊന്നുകൂടി മുരടിച്ച് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന ടൈമിലാണ് വള്ളി വീശാൻ തുടങ്ങിയപ്പോൾ ഉപ്പാപ്പ തന്നെയാണ് എടുത്ത് റംബൂട്ടാൻ്റെ അവിടേക്ക് കൊണ്ടുവച്ചതേ. അപ്പോൾ അതിന് അത്ര ഒരു ഉഷാറില്ല. ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അതിനെ നമ്മളെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് കമ്പ് വെച്ച് അതിനകത്തേക്ക് കയറ് യോജിപ്പിച്ചതിന് ശേഷമാണ് അതിലേക്ക് കയറ്റി വിടുന്നത്. ഏകദേശം ഒരു ഉച്ചയോളം ആയിട്ടുണ്ട്. ഒരു 12 മണിയോളം അടുപ്പിച്ചായിട്ടുണ്ട്. നല്ല വെയിലാണ്. സൺലൈറ്റ് അരിച്ചിറങ്ങുന്ന സൺലൈറ്റ് ആണെങ്കിലും നല്ല ചൂടുണ്ടേ. പിന്നെ കൂടെ ആളുള്ളത് കൊണ്ട് നമുക്ക് ടൈം പോകുന്നത് അറിയില്ല കേട്ടോ. ചെയ്യാനും നല്ലൊരു ഉഷാറുണ്ടായിരുന്നു. കുറേ സമയം മോനും കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ അവൻ അകത്തേക്ക് കയറിപ്പോയി. ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എന്നോടും കൂടി തന്നെയാണ് പറഞ്ഞത്. ഇനി 1-2 കവറിലിരിക്കുന്നത് നമുക്ക് കല്ല് കെട്ടി താഴെ വെച്ചതിന് ശേഷം അതിൽ നിന്ന് കയറ് മുകളിലത്തെ കയറിലേക്ക് കൊടുക്കാവേ. കാരണം എല്ലാത്തിനും കൂടി എടുത്തുകൊണ്ട് കമ്പ് കിട്ടിയില്ല കേട്ടോ. അപ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധി ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ അന്നേരം എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമല്ലോ അല്ലേ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം കൂടെ കൂട്ടിയത് കേട്ടോ. അപ്പോൾ ശരിയായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുമല്ലോ. പിന്നെ നമ്മളിവിടെ കിടന്ന് പണിയുമ്പോൾ അവിടെ വെറുതെ അങ്ങനെ ഇരിക്കണ്ട അല്ലേ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാമല്ലോ. പല സ്ഥലങ്ങളിൽ ഈ കസേര എടുത്തിടലും അതിൽ കയറലും ഇറങ്ങലുമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. സാരമില്ല, എന്തായാലും നമ്മൾ ഒരുവിധം എല്ലാ പയറിനും കയറിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പടർന്ന് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് കയറും കൂടി കെട്ടിക്കൊടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ മണിമുല്ലയ്ക്കായിട്ട് കെട്ടിയിരുന്ന പൊച്ചക്കയറാണ് അഴിച്ചുകൊണ്ട് വന്ന് ഇതിന് കെട്ടിക്കൊടുത്തത്. പിന്നെ ഇടയ്ക്ക് മോനെ പറഞ്ഞു ഇട്ടിട്ട് 2 പിടി പൊച്ചക്കയർ മേടിച്ചിട്ടും ഉണ്ടായിരുന്നു. ഈ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് രാവിലെ എണീച്ചാൽ സത്യം പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകാൻ ടൈം കിട്ടാറില്ല. ആദ്യം വരുന്നത് നമ്മൾ അടുക്കളയിലേക്ക് തന്നെയാണ്. അപ്പോൾ ആ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. എല്ലാവരും സ്പേസ് കുറച്ചേ ഉള്ളെങ്കിലും ഉള്ള സ്ഥലത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ട് വെക്കാൻ ശ്രമിക്കണേ. കാരണം നമുക്ക് വേണ്ട പച്ചക്കറി നമുക്ക് വീട്ടുമുറ്റത്തുനിന്ന് തന്നെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു സന്തോഷം തന്നെയല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അതങ്ങോട്ട് കൊണ്ട് നട്ട് വെച്ചാൽ പോരാ. നമ്മൾ എന്നും അതിനൊന്ന് പരിപാലിക്കണം. അതിന് വെള്ളം കൊടുക്കണം. അതിന് വേറെന്തെങ്കിലും വളങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കണം. ഒരു സാധനം നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുമ്പോൾ നമ്മൾ പറയൂ ഇതിന് എന്തൊരു റേറ്റ് ആണെന്നല്ലേ. പക്ഷെ അത് നട്ട് നനച്ച് ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചാണ് ഓരോ സാധനങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതല്ലേ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിൽ ഞാൻ നല്ല ഹാപ്പിയാണേ. എനിക്ക് വേറെ ഏത് കാര്യം ചെയ്യുന്നതിനേക്കാളും സന്തോഷമുള്ളത് ഒരു ചെടി നടുമ്പോഴോ ഒരു പച്ചക്കറി തൈ നടുമ്പോഴോ ഒക്കെയാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.